നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നാം ചെയ്യുന്നത് ദൈവഹിതത്തിനനുസരിച്ച് വേണം എന്ന് ദൈവവചനവും വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. ആ ദൈവഹിതം എന്താണ് എന്നറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ആദ്യ മനുഷ്യനായ ആദമിനെ നോക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ദൈവഹിതം എന്താണ് എന്ന് ദൈവം ആദമിനെ അറിയിച്ചിരുന്നു. എന്നാൽ ആ ഹിതത്തിന് വിപരീതമായി പോയപ്പോഴാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് നിഷ്കാസിതനായത്. ദൈവം ഓരോ സമയങ്ങളിലും നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്താണ് എന്നുള്ളത് ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നമ്മെ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ ദൈവവചനത്തിലൂടെ, അല്ലെങ്കിൽ ദൈവദാസന്മാരിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകുന്ന ചിന്തകളിലൂടെ ദൈവഹിതം നമ്മെ സംബന്ധിച്ചുള്ളത് എന്തൊക്കെയാണ് എന്ന് അതാത് സമയങ്ങളിൽ നമ്മെ അറിയിച്ചുകൊണ്ടേയിരിക്കും. അതിനനുസരണമായി ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നാം അറിയാതെ തന്നെ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം പലപ്പോഴായി ദൈവം നമ്മെ അറിയിച്ചിട്ടുണ്ട്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ദൈവം നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നോ, നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം എങ്ങനെയൊക്കെയാണെന്നോ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ ദൈവം നിങ്ങളെ അറിയിച്ചത് കാണുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ തിരുവെഴുത്തിലെ ഏതെങ്കിലും ഭാഗം വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ദൈവദാസന്മാരുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സമയത്തായിരിക്കാം. ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിനനുസരണമായി നാം ജീവിക്കുമ്പോഴാണ് ദൈവഹിതത്തിൽ നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ദൈവഹിതം നിറവേറ്റപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ നാം സംസാരിക്കുമ്പോഴും വിവിധ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ പോലും ദൈവേഷ്ടത്തെ മാനിച്ച് നാം അതെല്ലാം ചെയ്യണം എന്ന് ദൈവവചനം ആഗ്രഹിക്കുന്നു. 143 സങ്കീർത്തനം 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ എന്നത്രേ. ദൈവമേ, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് കൺവെൻഷനുകളുടെ നോട്ടീസുകളിൽ ധാരാളമായി സ്ഥിരമായി തന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു വാക്കായിരുന്നു ദൈവഹിതമായാൽ എന്നുള്ളത്. എന്നാൽ ഈ കാലത്ത് അങ്ങനെ കാണുന്നില്ല. വലിയ വലിയ കൺവെൻഷനുകളും കോൺഫറൻസുകളും ക്യാമ്പുകളും ഒക്കെ നടക്കുമ്പോൾ ദൈവഹിതമായാൽ എന്നുള്ളൊരു വാക്ക് അതിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്ററുകളിൽ കാണാറില്ല. അതെല്ലാം പണ്ട് തന്നെ എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പോൾ മനുഷ്യരുടെ ഹിതമനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുന്നത്. നേരത്തെയുള്ള വെഡിങ് ഇൻവിറ്റേഷനിലും ഇത് തന്നെ കാണാമായിരുന്നു. ഗാഡ് വില്ലിങ് എന്നൊരു വാക്ക് ചേർക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത് കാണാറില്ല. സാധാരണയായി ഒരു ഭംഗിയായി ചിലരൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതൊരു കാര്യം ആരംഭിക്കുന്നതിന് മുൻപ് ദൈവത്തോട് ഇഷ്ടം ചോദിക്കുന്ന ഒരു സ്വഭാവം പഴയ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്ത് അത് കാണുന്നില്ല. നാം തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിക്കുന്നു. അവസാനം ഇത് ദൈവഹിതമാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നു. കല്യാണങ്ങളായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രിയമുള്ളവരെ ചെയ്യുന്നത്? ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ നാം തനിയെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ദൈവേഷ്ടത്തെക്കാൾ കൂടുതൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് അതിൻ്റെ തിക്താനുഭവങ്ങൾ നാം അനുഭവിക്കേണ്ടതായി വരുന്നു. ദൈവഹിതം എന്താണെന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വിശേഷ വിധിയായി അവരോട് പറയുന്ന ഒരു കാര്യം റോമാലേഖനം 12 അധ്യായം 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നാം ദൈവഹിതം തിരിച്ചറിയണം എന്നുള്ളതാണ്. ആ ദൈവഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണ്. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവഹിതം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല.
അങ്ങനെ ദൈവഹിതം തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു വ്യക്തി എപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരണമായി ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം എന്ത് ചെയ്താലും, എന്ത് തിന്നാലും, എന്ത് കുടിച്ചാലും, എന്ത് സംസാരിച്ചാലും, എവിടെ പോയാലും എല്ലാം ദൈവഹിതത്തിനനുസരണമായി ജീവിക്കണം എന്നുള്ളതത്രേ. അതുകൊണ്ട് നാം എന്ത് ചെയ്താലും ആദ്യം ഇത് ദൈവഹിതമാണോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നാം എന്ത് സംസാരിച്ചാലും കർത്താവേ ഇത് ദൈവഹിതമാണോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. നാം എവിടെ പോയാലും കർത്താവേ ഇത് ദൈവഹിതമാണോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കർത്താവേ ഇത് ദൈവഹിതമാണോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. അല്ലാതെ നാം സ്വയമായി നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരണമായി തീരുമാനങ്ങൾ എടുത്തിട്ട് ഇത് ദൈവഹിതമാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് നിരർത്ഥകമാണ്. അതിൻ്റെ തിക്താനുഭവങ്ങൾ നാം പിന്നീട് അനുഭവിക്കേണ്ടതായി വരുന്നു. യാക്കോബ് അപ്പോസ്തലൻ ഇതിനെപ്പറ്റി അല്പം കൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. നോക്ക്, ഇവിടെ അപ്പോസ്തലൻ അല്പം കൂടെ വ്യക്തമായി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നാം വായിച്ച റോമാലേഖനത്തിലെ വാക്യത്തിലേക്ക് വരാം. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇഷ്ടത്തെക്കാൾ ഉപരിയായി ദൈവേഷ്ടം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവം നമ്മെ സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നാം ആദ്യം വായിച്ച സങ്കീർത്തന ഭാഗത്ത് നാം കണ്ടതുപോലെ കർത്താവേ അവിടുത്തെ ഇഷ്ടം എന്നെ പഠിപ്പിക്കണമേ എന്നാണ് ദൈവദാസൻ എഴുതിയിട്ടുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ദൈവേഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ആ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളോ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായി ദൈവഹിതത്തിന് സ്ഥാനം കൊടുക്കുക, ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുക. അങ്ങനെ നാം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. നാം ഇരിക്കുന്ന ഉന്നത സ്ഥാനത്ത് നിന്ന് നാം ഇറങ്ങി വരണം. താഴേക്കിറങ്ങി വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കി നാം ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ ദൈവേഷ്ടം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമുക്കിടയായിത്തീരണം. ഇതേ കാര്യം തന്നെയാണ് സഭയോടുള്ള ബന്ധത്തിലും. സഭാവിശ്വാസികളെ പോലെ തന്നെ ഒരുപക്ഷെ അതിലുപരിയായി സഭയുടെ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ദൈവഹിതത്തെ എത്രമാത്രം മാനിക്കേണ്ടതായിട്ടുണ്ട്. സഭാമധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഓരോ വാക്കും നാം ദൈവഹിതത്തിന് അനുസരണമായി പറയേണ്ടുന്നതാണ്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ നാം അടുത്തൊന്ന് അവലോകനം ചെയ്യുമ്പോൾ ദൈവഹിതത്തെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് സ്വന്തമായ ഇഷ്ടങ്ങൾക്ക് അനുസരണമായി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അതെത്രയോ സങ്കടകരമാണ്. കുടുംബങ്ങളിലായിരുന്നാലും സഭകളിലായിരുന്നാലും വ്യക്തിജീവിതങ്ങളിലായിരുന്നാലും എല്ലാം ദൈവഹിതത്തെ ദൂരെ കളഞ്ഞിട്ട് സ്വന്തം ഹിതത്തിനനുസരണമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി നാം കാണുകയാണ്. ഇത് ഏറ്റവും സങ്കടകരമായ ഒരു നിലയാണ്. എന്നാൽ നാം വായിച്ച തിരുവചനങ്ങൾക്കനുസരണമായി ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് എന്നെ സംബന്ധിച്ചുള്ള അവിടുത്തെ ഹിതം എന്താണ് കർത്താവേ എന്ന് ഇന്ന് രാവിലെ ദൈവത്തോട് ആലോചന ചോദിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവവചനത്തിലൂടെ നമുക്ക് ആലോചന നൽകട്ടെ. ഇന്ന് നാം എന്ത് ചെയ്യണമെന്നും എവിടെ പോകണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും എല്ലാ കാര്യങ്ങളും ദൈവഹിതത്തിനനുസരണമായി ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവഹിതത്തെ മാനിച്ച് ഇന്ന് ജീവിക്കുമ്പോൾ
ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, സഹായിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. അവിടുത്തെ ഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ ഹിതത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. പലപ്പോഴും അവിടുത്തെ ഇഷ്ടത്തിന് വിപരീതമായി ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങളെ സംബന്ധിച്ചുള്ള അവിടുത്തെ ഹിതം എന്താണെന്ന് ഞങ്ങളെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. അവിടുത്തെ ഹിതം നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ളതാണ് എന്ന് ദൈവവചനം ഞങ്ങളെ അറിയിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, ആ ഹിതം അറിഞ്ഞ് അതിനനുസരണമായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ധാരാളമായി അവിടുന്ന് നൽകി തന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ ഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.